അഭിലാഷ് ഈ മണിക്കൂർ ഒന്നാവാറായി. ഗോദ്രയിൽ നടന്ന കൂട്ടക്കൊലയെ കുറിച്ച് അഭിലാഷ് ഒരക്ഷരം മിണ്ടിയോ? ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും പറഞ്ഞോ? ഗോദ്രയിൽ എവിടെ നടന്നതും ആളുകളെ കൊല്ലുന്നതും അപലപനീയമാണ്. ആർക്കാണ് തർക്കം? അങ്ങനെ ഈ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് മതമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും ഇരകളാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൽ അതാണോ ഒരു കമ്മീഷൻ പറഞ്ഞതാണോ മറ്റേ കമ്മീഷൻ പറഞ്ഞതാണോ നമ്മൾ തർക്കിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ബാനർജി കമ്മീഷനിലുള്ള വിചാരണ കോടതി എന്ത് പറഞ്ഞു? വിചാരണ കോടതി 31 പേരെ ശിക്ഷിച്ചു. അത് മേൽക്കോടതികൾ ശരിവെച്ചു. കൂട്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് സുപ്രീം കോടതിയെ വിശ്വാസമല്ല ഇക്കാര്യത്തിൽ. നിങ്ങൾക്ക് വിചാരണ കോടതി ഹൈക്കോടതി വിശ്വാസമില്ല. നിങ്ങൾക്ക് മത തീവ്രവാദികളുടെ ഒപ്പം നിങ്ങൾക്ക് നിൽക്കണം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. എല്ലാ മത തീവ്രവാദികൾക്കും എതിരാണെന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഒരു മത തീവ്രവാദവും വിജയിക്കാൻ പാടില്ല. ഒരു ലെവലേശം നിങ്ങൾക്ക് സഹതാപമില്ല, അനുകമ്പയില്ല. നിങ്ങൾ കൊല്ലപ്പെട്ട 59 പേരാണെങ്കിലും അതിനുശേഷം കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് പേരായാലും ഞാൻ ഇവരെ കാണുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടല്ല സാർ, മനുഷ്യരായിട്ടാണ്. ഗോദ്രയിൽ കൊല്ലപ്പെട്ട 59 പേരും അതിനുശേഷം കൊല്ലപ്പെട്ട 1000-ലധികം പേരും മനുഷ്യരെയാണ് വെട്ടിയും കുത്തിയും കത്തിച്ചുമൊക്കെ കൊന്നത്. അപ്പൊ ഈ ലോകത്ത് ഏത് മനുഷ്യൻ കൊല്ലപ്പെട്ടാലും അതിൽ ആളൽ എന്റെ മനസ്സിലുണ്ടാവും. അതിന് മനുഷ്യത്വം എന്ന് പറയും. അതിപ്പോ ഹിന്ദു കൊല്ലപ്പെട്ടോ മുസ്ലിം കൊല്ലപ്പെട്ടോ എന്ന അടിസ്ഥാനത്തിലല്ല നമ്മളൊരു കൊലപാതകത്തെ കാണേണ്ടത്. നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല സാർ. എല്ലാവരോടും കാണിക്കും, ഗോദ്രയോടും കാണിക്കും. ആ മനുഷ്യത്വം നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീ ബാബു പറയുന്നത്? നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല. നാളെ വരെ ചർച്ചയിൽ നിങ്ങൾ ഗോദ്ര ഉയർത്തിയിട്ടില്ല. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. സംഘപരിവാറിന് അസ്പർശതയുള്ള കാലത്ത് നിങ്ങളുടെ വേദിയിലെ സാന്നിധ്യമായിരുന്ന ആളാണ് ഭരത് ഗോപി. ഈ മുരളി ഗോപിയുടെ തന്നെ സിനിമകളിൽ RSSനെ നോർമലൈസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതായിരുന്നു മുമ്പ് പല സിനിമകൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നുള്ള വിമർശനം. അപ്പോൾ മുരളി ഗോപി എഴുതിയിട്ടുള്ള തിരക്കഥയാണ്. അദ്ദേഹം എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സ്പർശിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഇപ്പോൾ പല ഘട്ടങ്ങളിലും അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ കൂടെയുള്ള ആളാണ്. അതിനൊന്നും ഇല്ലേ. പിന്നെ പൃഥ്വിരാജും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരും ഒക്കെയാണുള്ളത്. ഗോകുലം ഗോപാലൻ, ഇവരാരും ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകളല്ലല്ലോ. നിങ്ങളൊരു സിനിമ ഇറങ്ങുമ്പോഴേക്ക് ഇവരൊക്കെ ഇത് ആരോടാണ് ഈ യുദ്ധം എന്ന് കൂടി ആലോചിക്കേണ്ടത് ശ്രീ RV ബാബു. കോടതി വിധികൾ തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ കോടതി വിധികൾ തങ്ങൾക്കെതിരാകുമ്പോൾ കോടതി ശരിയല്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇതിനൊക്കെ കൂടിയാണ് ജനങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാർ. നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഒരു ഒത്തുതീർപ്പം വേണ്ട. പക്ഷെ നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുന്നു പോപ്പുലർ ഫ്രണ്ടുമായിട്ട്. നിങ്ങൾ ഇസ്ലാമിക ഭീകരവാദത്തോട് ഒത്തുതീർപ്പുണ്ടാക്കുന്നു. നിങ്ങൾ ഇസ്ലാമിക ഭീകരവാദികളോടൊപ്പം തോളോട് തോൾ ചേർന്നിട്ട് ഇന്ത്യക്കെതിരായി നിൽക്കുന്നു, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്നു. അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിനെ നിങ്ങൾ വർഗീയതെന്നോ അതിനെ നിങ്ങൾ ഫാസിസമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തോട് ജിഹാദിസത്തോട് സന്ധി ചെയ്തുകൊണ്ട് അവരോടൊപ്പം ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ, ഈ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിനെതിരെ, പൈതൃകത്തിനെതിരെ വന്നാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അണിനിരക്കുക തന്നെ ചെയ്യും. പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. അല്ല, പൃഥ്വിരാജ് ഏത് ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തോടാണ് സാർ? നിങ്ങളുടെ നിലപാട് രാജ്യവിരുദ്ധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്യവിരുദ്ധ ശക്തികളുടെ ചട്ടുകമാണ്. RV ബാബു, പൃഥ്വിരാജ് ഏത് ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ടാണ് തോൾ ചേർന്നിട്ടുള്ളത്? ഏത് ഫണ്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്? പൃഥ്വിരാജ് ഏത് ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ടാണ് തോൾ ചേർന്ന് നിന്നിട്ടുള്ളത്? ഇപ്പോ എന്തൊക്കെ ആരോപണങ്ങൾ. ജോർദാനിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ കോവിഡിന്റെ സമയത്ത് കുടുങ്ങിപ്പോയതുകൊണ്ട് ISIS ബന്ധമുണ്ട്. കെ ഗണേഷ് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്തോ ആണ്. IS ബന്ധം വരെ ആരോപിക്കുകയാണ് ഒരാൾ. ഈ പൃഥ്വിരാജ് ബോംബെയിൽ പൃഥ്വിരാജ് എത്രയോ കാലമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാൾ പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്, മറ്റു പലതുമാണ്, ബിസിനസ്മാനാണ്. അങ്ങനെ ബോംബെയിൽ ഫ്ലാറ്റ് വാങ്ങിച്ചതിലൊക്കെ ജിഹാദി ഫണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പൊ ഈ വഴിയെ പോകുന്നവരൊക്കെ ജിഹാദി എന്ന് വിളിക്കലാണോ പണി? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അല്ല, ആ ജിഹാദിസത്തോട് സന്ധി ചെയ്യുന്ന ആൾക്കാരെ പിന്നെ എന്ത് വിളിക്കണം സാർ? അല്ല, അദ്ദേഹത്തിന് എന്ത് ജിഹാദി ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ. ആ ലക്ഷദ്വീപില് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെടാത്ത തരത്തിലുള്ള ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ലക്ഷദ്വീപിലെ ആളുകൾ മുഴുവൻ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അവർക്കെതിരായിട്ട് എവിടെ എത്തി? എന്നിട്ട് എന്ത് സംഭവിച്ചു ലക്ഷദ്വീപിന്?
നിങ്ങൾ കുറെ നരേറ്റീവുകൾ ഉണ്ടാക്കി. അല്ല, ആ ലക്ഷദ്വീപിലെ നരേറ്റീവുകൾക്കൊപ്പം നിങ്ങൾ സാംസ്കാരിക തുള്ളുന്ന കുറെ തനിമ ആളുകളെ തകർക്കരുതെന്ന് രംഗത്ത് ഒരുപാട് അവതരിപ്പിച്ചു. സെലിബ്രിറ്റികൾ ആവശ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ പൃഥ്വിരാജും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഒരു ഹാഷ്ടാഗ് ഇട്ടാൽ ഉടനെ അവരൊക്കെ ജിഹാദികളാവും. അല്ല, ആ സാംസ്കാരിക തനിമ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നിങ്ങളുടെ വ്യാജ ആരോപണമായിരുന്നില്ലേ? പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഒരു ഹാഷ്ടാഗ് ഇട്ടാൽ അയാൾ ജിഹാദിയാവുമോ എന്നാണ് എന്റെ ചോദ്യം. അയാൾ ഫ്ലാറ്റ് വാങ്ങിച്ചാൽ പ്രശ്നം, സംഭവിച്ചില്ല. സിനിമ എടുത്താൽ പ്രശ്നം, അങ്ങനെയുണ്ടോ? അത് പറഞ്ഞ ആളോട് ചോദിക്കുക ഏത് ഫണ്ടാണ് അയാൾക്ക് കിട്ടിയത് എന്നുള്ള നിലയ്ക്ക്. ഏതായാലും ഇത്തരം ഫണ്ട് പലർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പറഞ്ഞത് കൊടുക്കുന്നവര് തന്നെയാണ്. കൊടുക്കുന്നവര് തന്നെയാണ് പറഞ്ഞത് ഇത്തരം ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. BBC-യുടെ ഡോക്യുമെന്ററിയെ കുറിച്ച് എന്തൊരു ആധികാരികമായിട്ടുള്ള പറച്ചിലാണ് അഭിലാഷൊക്കെ പറഞ്ഞത്. BBC എന്തൊരു ഇന്ത്യ അനുകൂല, കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും BBC ഇന്ത്യ അനുകൂലമായ നിലപാടെടുത്ത ഒരു സാധനമാണല്ലോ. ഇപ്പൊ BBC-യെ കെട്ടിപ്പുണരുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? BBC ചെയ്തെന്താ? ഏകപക്ഷീയമായിട്ടുള്ള ഡോക്യുമെന്ററി. ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഇന്ത്യ സർക്കാർ നാളുവരെ, അതായത് കോൺഗ്രസ് 10 വർഷം സാർ പറയുന്നത് 10 വർഷക്കാലം UP ഭരിച്ച നാടാണ് ഇന്ത്യ. ആ 10 വർഷക്കാലത്തിലും അപ്പോഴും എപ്പോഴും പറഞ്ഞത് ഗുജറാത്ത് കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ മരിച്ചവരുടെ എണ്ണത്തിൽ ഏതായാലും ഒരു കാര്യമുണ്ട്, 273 പേര് ഹിന്ദുക്കളാണെന്ന് ഈ കോൺഗ്രസ് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. അവരെങ്ങനെയാ? അവര് സ്വയം വെട്ടിമരിച്ചതാണോ സാറേ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഈ രാജ്യത്തൊരു മനുഷ്യന് അഭിപ്രായം ഇപ്പോൾ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും രാജ്യത്ത് നടന്ന എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും നിലപാടോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ഇവർ പറയാണ് ഇന്ന വിഷയങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി, മറ്റു കാര്യങ്ങളിൽ വിരുദ്ധാഭിപ്രായം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് തിട്ടൂരം. എന്നിട്ട് ഈ സംഘി വന്നിരുന്നിട്ട് രാജ്യസ്നേഹത്തിന്റെ ചാപ്പയടിക്കുക. ഇയാൾ ആരെ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി? സംഘപരിവാറുകാർ ആരെ ഈ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ആരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇന്ത്യ വിരുദ്ധരാര് രാജ്യസ്നേഹികളാര് എന്നുള്ളത്? ഈ രാജ്യത്ത് ഇന്ത്യ വിരുദ്ധതയുടെ ചരിത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് RSSനെ ഉള്ളൂ നിങ്ങൾ മനസ്സിലായിക്കോ. അത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്താണെങ്കിലും ഗാന്ധിവാദത്തിന് നേതൃത്വം കൊടുത്താണെങ്കിലും രാജ്യത്ത് നിലപാട് സ്വീകരിച്ചാണെങ്കിലും വൈവിധ്യമാർന്ന സംസാരിക്കാൻ വേണ്ടിയില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ സംസാരിച്ച രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് തൽക്കാലം ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടോ? ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ട. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? നമുക്ക് എന്തായാലും ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഞാൻ പോകുന്നു. ബൈ.